നമസ്കാരം, കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനല്ലേ? അതെ. ഞാന് ഒരു 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ വിളിച്ചിരുന്നു. എന്താണ് സംഭവം? എന്നെ പിടിച്ചോണ്ടാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നേ. ഏ എന്നെ പിടിച്ചോണ്ടാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പാലക്കാട് നിന്നാ വിളിച്ചിരുന്നു, മണ്ണാർക്കാടേ. നിന്നെ പിടിച്ചോണ്ട് പോകാനോ? ആ, അതിനേക്കാൾ നല്ല നീ ഇങ്ങോട്ട് വരുന്നതല്ലേ? അങ്ങോട്ട് വരാൻ ബസ്സിന് പൈസ അല്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരി. ആ, നിന്റെ പേരെന്താണ്? പേര് മുഹമ്മദ് ഷബീർ. മുഹമ്മദ് ഷബീർ. അതിന് എന്തിനാ പോലീസ് ഒന്ന് പിടിക്കേണ്ടത്? എനിക്ക് എന്റെ ജീവിതത്തിൽ സമാധാനം ധൈര്യമൊന്നുമില്ല. എനിക്ക് ജയിലിൽ പോയി കിടക്കണം, അതിനാണ് വിളിച്ചത്. ആ, അങ്ങനെ ആ, സമാധാനം ഇല്ലാത്തോണ്ട് ജയിലിൽ പോകണം, അതിനു വേണ്ടി പോലീസ് ഒന്ന് പിടിക്കണം അല്ലേ? ആ, എന്നെ പിടിക്കണം. അതിനിപ്പം നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ മണ്ണാർക്കാടുണ്ട്. മണ്ണാർക്കാടുണ്ട്. നിങ്ങളൊന്ന് മണ്ണാർക്കാട് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കോ? മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്കൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അതെന്തേ? ഓല് കൊറേ വരെ വിളിച്ചു, ഓല് പിടിച്ചൊന്നുമില്ല. അല്ല, അവർക്കല്ലേ സൗകര്യം. അവർക്ക് സൗകര്യമായി അവർ വിളിച്ചിട്ടില്ല. അവർ ഒരു വട്ടം എന്തൊക്കെ ആയിട്ട് തൃശ്ശൂര് സെല്ല് കൊണ്ടിട്ടു, പടിഞ്ഞാറക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തില്. അവർക്കൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അവിടെ സൗകര്യം കുറവാ. അവര് നാളെ വിളിച്ചിട്ട് എന്താ കൈയൊക്കെ കെട്ടിയിട്ട് ആംബുലൻസിനകത്ത് തൃശ്ശൂര് സെല്ലിന്റെ അകത്ത് കൊണ്ടിട്ടു, പടിഞ്ഞാറക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേ. അപ്പൊ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോകണ്ട, അവിടെ സൗകര്യം കുറവാണ്. ജയിലിലാണെങ്കിൽ ഓക്കെ ആണല്ലേ? ജയിലാണ് ഓക്കെ, അവിടെ സൗകര്യമില്ല. അവിടെ ഇതാണ് ഇവിടെ വള്ളം കാര്യങ്ങളൊന്നും ഇല്ലേ അവിടെ. കേട്ടില്ല, എങ്ങനെയാണ്? അവിടെ മറ്റു രോഗികളൊക്കെ ഉപദ്രവിക്കാണ്. ആര്, നിങ്ങളല്ലേ? നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് അവിടെയും കയറ്റുന്നില്ല. അല്ല, അവര് വേറുള്ള രോഗി നമ്മളങ്ങോട്ട് കാട്ടാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്ന. പക്ഷെ അത് ഒരു ചെറിയ ഉപദ്രവല്ലേ. ജയിലിലാണെങ്കിൽ അതിന് വലിയ ഉപദ്രവമായിരിക്കില്ലേ? അത് മതി, ജയിലിലാ മതി. ജയിലിലാണെങ്കിൽ സുഖാണ്. ഈ തൃശ്ശൂരിലൊക്കെ ആണെങ്കിൽ സുഖല്ല. പക്ഷെ ഇവിടുത്തെ തൃശ്ശൂരിലെ ജയിലിന്റെ അത്ര സുഖമൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു ചെറിയൊരു ജില്ലയല്ലേ, വയനാട് എന്നുള്ള ചെറിയൊരു ജില്ലയാണ്. അവിടെ അത്രയൊക്കെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല, എന്നെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാ? എനിക്ക് സെൻട്രൽ ജയിലിലോ സബ് ജയിലിലോ പോണം. പക്ഷെ വയനാട് സെൻട്രൽ ജയിലും സബ് ജയിലും ഇല്ലല്ലോ. അത് എവിടെ ഉള്ളിടത്ത് കൊണ്ടുപോയാൽ മതി. ഉള്ളിടത്ത് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജില്ലയിലുള്ള ജയിലല്ലേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഉള്ളതല്ലേ തൃശ്ശൂർ ജില്ല. എവിടെങ്കിലും ഒരു സെല്ല് കൊണ്ടാക്ക് ജയിലിൽ. നിങ്ങളൊരു കാര്യം ചെയ്യാ, നിങ്ങളെ സ്ഥലം മണ്ണാർക്കാട് സ്റ്റേഷനിലേക്ക് വിളിക്കുക. ഇതുപോലെ ആവശ്യപ്പെടുക, എനിക്ക് ഇതുപോലെ ജയിലിൽ പോകണം, എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകണം, എനിക്ക് സബ് ജയിൽ അല്ലെങ്കിൽ സെൻട്രൽ ജയിൽ തന്നെ വേണം, അങ്ങനെ പറയുക കേട്ടോ. അല്ല, വയനാട് ജില്ലയിൽ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇവിടെ സൗകര്യം കുറവാണ്. ഇവിടെ നമ്മൾ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കൊടുക്കുന്നത്, കാന്താരിമുളക് അരച്ച ചമ്മന്തിയൊക്കെ കൊടുക്കുന്നത്. ചിക്കൻ മട്ടനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ചിക്കൻ മട്ടൺ എന്തും ഉണ്ടെന്ന്? ഈ ചുരം കയറി ചിക്കൻ മട്ടണൊക്കെ ഇവിടെ എന്നെത്താനാ? അതുവരെ പട്ടിണിക്കിടാൻ പറ്റുമോ? ചിക്കൻ മട്ടൺ വരണവരെ നമുക്കിവിടെ ആൾക്കാരെ പട്ടിണിക്കിടാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുക്കട്ടെ. ആദ്യം ഗോതമ്പുണ്ടേന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ ചിക്കൻ മട്ടൺ. ഗോതമ്പുണ്ട പണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും ആ കാലത്തിലോട്ട് പോവുകയാണ്. ചിക്കൻ ഇപ്പൊ ഗോതമ്പുണ്ടൊക്കെ ശോഷിച്ചു വന്നു, ചെറിയ ഗോലിയുടെ അത്രയായി. അതൊക്കെ മതിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ചിക്കൻ മട്ടൺ വേണം. ചിക്കൻ മട്ടൺ വേണമെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലം തൃശ്ശൂർ വിയ്യൂര് സെൻട്രൽ ജയിലാ. വിയ്യൂര്. വിയ്യൂര്. അത് നമുക്കിപ്പൊ പിടിച്ച് അവിടെ കൊണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല കേട്ടോ. എന്നാ ശരിയെന്നാ, അങ്ങോട്ടേക്ക് വിളിക്കേ.